പ്രവാചകർ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനമാണ് ആഗതമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുന്നോടിയായി മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിഉൽ ഫുതൂഹിൽ വെച്ച് നടക്കുന്ന അൽ മൗലിദുൽ അക്ബർ വരുന്ന തിങ്കളാഴ്ചയാണ്. കാലക്ഷത്തോളം ആളുകൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൗലിദ് മജ്ലിസുകളിൽ ഒന്നായ അൽ മൗലിദുൽ അക്ബറിന് വേണ്ടി വലിയ ഒരുക്കങ്ങളാണ് ജാമിഉൽ ഫുതൂഹിൽ നടക്കുന്നത്. പ്രോഗ്രാമിൻ്റെ സ്വാഗത സംഘം ഭാരവാഹിയും SYSൻ്റെ കോഴിക്കോട് സൗത്ത് ജില്ലാ പ്രസിഡന്റുമായ അലവി സഖാഫി കായലം നമ്മോടൊപ്പം ചേരുന്നു. ഇത്തവണ അൽ മൗലിദുൽ അക്ബർ നമ്മുടെ വരുന്ന തിങ്കളാഴ്ചയാണ്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അൽഹംദുലില്ലാഹ്, അൽ മൗലിദുൽ അക്ബർ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1,000 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വിപുലമായ പരിപാടിയായതുകൊണ്ട് വളരെ വിപുലമായ പ്രചരണ പരിപാടികളും ഒരുക്കങ്ങളുമാണ് നോളജ് സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘം രൂപീകരിക്കുകയും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായ രൂപത്തിൽ കേരളത്തിനകത്തും പുറത്തുമായി വളരെ പ്രൗഢമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അന്ന് നടക്കുന്ന പരിപാടികൾ? അന്ന് പ്രഭാതത്തിൽ 5 മണിയോടുകൂടി തന്നെ പരിപാടികൾ ആരംഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ തിരക്കും മറ്റും പരിഗണിച്ചുകൊണ്ട് പരമാവധി തിരക്കുകൾ ഒഴിവാകുന്ന വിധം ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായി ആസാർ മുബാറക്കുകൾ ആസ്വദിക്കാനും അതിൽ നിന്ന് ആത്മീയത കൈവരിക്കാനും വേണ്ടിയിട്ട് നേരത്തെ തന്നെ അതിൻ്റെ പ്രദർശനവും അതേ രൂപത്തിൽ സുബഹിയോടുകൂടി തന്നെ മൗലിദ് പരിപാടികളും ആരംഭിക്കുന്നുണ്ട്. എത്ര മണി വരെ പ്രോഗ്രാമുകൾ നടക്കും? ഏകദേശം 12:30-1 മണി വരെയാണ് ആ പരിപാടി നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രഭാതത്തിൽ തന്നെ വിപുലമായ മൗലിദ് പരിപാടികൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിവിപുലമായ സന്ദേശ പ്രഭാഷണം ഉണ്ടാവും. അതോടൊപ്പം കേരളത്തിലെ അകത്തും പുറത്തുമായിട്ടുള്ള പ്രഗത്ഭരായ സമസ്തയിലെ പണ്ഡിതന്മാർ, അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള സൂഫികൾ, നബിസ്നേഹികൾ, മാദിഹികളെല്ലാം പങ്കെടുക്കുന്ന ഒരു വിപുലമായ പരിപാടി തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ പരിപാടി തുടങ്ങി അവസാനിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവിധ ഭാഷകളിലുള്ള മദ്ഹ് കീർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാദിഹീങ്ങൾ, മൗലിദ് പാരായണം ചെയ്യുന്നവർ, ഗാനാലാപകർ, ഇങ്ങനെ തുടങ്ങിയിട്ട് മാദിഹീങ്ങളുടെ ഒരു നീണ്ട സംഘം തന്നെ ഇവിടെ മദ്ഹ് ആലപിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. കേരളത്തിലെ പ്രഗത്ഭരായ, കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള പ്രഗത്ഭരായ സാദാത്യങ്ങളും സൂഫി വര്യന്മാരും സയ്യിദന്മാരും പ്രാർത്ഥനാ മജ്ലിസിന് നേതൃത്വം നൽകുന്ന പരിപാടി കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇവിടെ എത്തുന്നവർക്ക്, അതിഥികൾക്കും ആളുകൾക്കെല്ലാം തന്നെ വേണ്ട സജ്ജീകരണങ്ങളും എല്ലാം എങ്ങനെയാണ്? വരുന്ന ആളുകൾക്ക് മുഴുവനും ഭക്ഷണം നൽകണമെന്ന ആഗ്രഹത്തോടു കൂടി അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഭക്ഷണ വിതരണത്തിനും സജ്ജീകരിക്കുന്നതിനും വേണ്ടിയിട്ട് സമിതിയും മറ്റും രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന ആളുകൾക്ക് തിരക്കനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളും വളണ്ടിയർ സംവിധാനങ്ങളും, സംഘടനാ പ്രവർത്തകർ, ഇവിടുത്തെ ജോലിക്കാരായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഇതിനോട് കൂടെ നിൽക്കുന്ന സാന്ത്വനം വളണ്ടിയേഴ്സ് തുടങ്ങി ഇവിടെ പഠിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും ഒരു വളണ്ടിയർ വിങ് തന്നെ വിപുലമായ രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നടക്കുന്നത്? പ്രധാനമായി തിങ്കളാഴ്ച ആണല്ലോ നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. അതിൻ്റെ തലേ ദിവസം സുഹ്ബ എന്ന പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സുഹ്ബ എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യ പ്രാക്ടിക്കലായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാം സജ്ജീകരിച്ചിട്ടുണ്ട്. ആ പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത മാർഗം, ചര്യ നേരിട്ട് അനുഭവത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാത്രിയിലെ ബുർദ മജ്ലിസും നടക്കുന്നുണ്ട്. നബി സ്നേഹികളായ ആളുകൾക്ക് ബുർദ ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുന്ന ഒരു വേദി ഒരുക്കുക എന്നതാണ് അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. രാജ്യത്തിന് പുറത്തു നിന്നുമെല്ലാം നോളജ് സിറ്റിയിലേക്ക് അൽ മൗലിദുൽ അക്ബറിന് എത്തുന്നവരെ സ്വീകരിക്കാൻ വളരെ വിശാലമായ സൗകര്യങ്ങളാണ്, സജ്ജീകരണങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. താമസ സൗകര്യം, ഭക്ഷണ സൗകര്യം എല്ലാം ഓരോരുത്തർക്കും പ്രാപ്തമായ രൂപത്തിൽ ഇവിടെ സജ്ജീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തിരക്കുകളില്ലാത്ത രൂപത്തിൽ 1,000 ലക്ഷത്തോളം ആളുകൾ എത്തുമ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമമായ ആസാറുകളുടെ ദർശനവും അതുപോലെ തന്നെ മറ്റു പ്രോഗ്രാമുകളിൽ പങ്കെടുക്കലുമെല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.